ദേശീയ സ്ഥിതിവിവര കണക്ക് ദിനത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടർ ശ്രീ ബി ശ്രീകുമാറുമായി എം സോമശേഖരൻ പിള്ള നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം. ലോകമെന്ന് വിവരസാങ്കേതിക വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നായി ഡേറ്റ മാറിയിരിക്കുകയാണ്. എല്ലാ തീരുമാനങ്ങളുടെയും അടിസ്ഥാന ഘടകം ഡേറ്റയാണ്. ഈ വർഷത്തെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനത്തിൻ്റെ വിഷയം ഡേറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുവാൻ എത്തിയിരിക്കുന്ന അതിഥി കേരള സംസ്ഥാന ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടർ ശ്രീ ബി ശ്രീകുമാറാണ്. സ്വാഗതം ശ്രീ ബി ശ്രീകുമാർ. നമസ്കാരം. രാജ്യത്തിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കാനും ഭരണനിർവഹണത്തിനും ഡേറ്റയുടെ പങ്ക് വളരെ വലുതാണല്ലോ. ഇക്കാര്യത്തിൽ ഡേറ്റയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഡേറ്റയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന മുമ്പായിട്ട് എല്ലാ വർഷവും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. 2007 മുതലാണ് പ്രൊഫസർ പി സി മഹൽനോബിസിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് എവർക്കും അറിയുന്ന രീതിയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് 5 ഇയർ പ്ലാനിലെ ഇൻഡസ്ട്രിയലൈസേഷൻ തുടക്കം കുറിച്ചത് സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ്. ആ 5 ഇയർ പ്ലാനിൻ്റെ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നതിൽ അതിനെ മഹൽനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ സംഭാവന എന്നുള്ള നിലയിലാണ്. ഈ വർഷത്തെ തീം യൂസ് ഓഫ് ഡേറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പം ഡേറ്റയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു ഭരണനിർവഹണത്തിനും 3 ടേം യൂഷ്വലി ഞാൻ പറയാറുള്ളത്. ഡെമോക്രാറ്റിക് ആയിരിക്കണം ഗവേണൻസ്, അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഡേറ്റ ഡ്രിവൺ ആയിരിക്കണം. അപ്പം ഡേറ്റ ബേസ്ഡ് ഡിസിഷൻസ് ആണെങ്കിൽ വളരെയധികം നല്ല രീതിയിലുള്ള നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. അതുകൂടാതെ നമ്മളൊരു റീസെൻ്റായിട്ട് ഇറങ്ങിയൊരു പുസ്തകമുണ്ട്. നിഖിൽ മേനോൻ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ അദ്ദേഹം എഴുതിയതാണ്. പ്ലാനിംഗ് ഡെമോക്രസി, ഹൗ എ പ്രൊഫസർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ആൻ ഐഡിയ ഷേപ്ഡ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനകത്ത് ഡേറ്റ ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്ന രീതിയിൽ ഡേറ്റയാണ് ആദ്യത്തെ പാർട്ട് പറയുന്നത്, ഡെമോക്രസി രണ്ടാമത്തെ പാർട്ട് പറയുന്നുണ്ട്. അപ്പം ഡേറ്റ ആൻഡ് ഡെമോക്രസി ആർ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പബ്ലിക് ഗുഡാണ് ഡേറ്റ. താങ്കൾ ഡേറ്റയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞല്ലോ. ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാമോ? ഡേറ്റ ഒരു ഗവൺമെൻറ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് വരുന്നത് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഡേറ്റയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുള്ളൂ. വികസനം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അത് പ്രാദേശികമാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും വികസനം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ സ്കീമുകളിലൂടെയാണിത് നടപ്പിലാക്കി വരുന്നത്. ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഈ ഫ്യൂച്ചർ ജനറേഷനും കൂടെ ഇപ്പോഴുള്ള റിസോഴ്സസ് ഷെയർ ചെയ്യണമെന്നാണ് സസ്റ്റൈനബിലിറ്റി പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ഈ ഡെവലപ്മെൻറ്റിലൂടെ തന്നെ ഒരു ജനവിഭാഗത്തിൻ്റെ അഭിവൃദ്ധി ലക്ഷ്യമിടുകയാണ്. പ്ലാനിംഗ് ഫോർ പ്രോസ്പെരിറ്റി എന്ന് പറയാം. ഈ ഡേറ്റയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ, മരണനിരക്ക് എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് വളരെയധികം കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സൂചകങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവ് സൂചകങ്ങളാവും, നെഗറ്റീവ് സൂചകങ്ങളാകും. നമുക്ക് മാതൃമരണ നിരക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം സാക്ഷരതയെ പറ്റി പറയുമ്പോൾ സാക്ഷരത കൂടി നിൽക്കണം. അപ്പോൾ ആ രീതിയിൽ മാതൃമരണ നിരക്ക് കൂടുതലാണെങ്കിൽ അവിടെ ഹെൽത്ത് കെയർ, മെറ്റേണൽ ഹെൽത്ത് കെയർ എന്തോ കുറവുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പം ആ പ്രാദേശിക സർക്കാരോ സംസ്ഥാന സർക്കാരോ അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ സൂചകത്തിൻ്റെ ഡേറ്റയെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് നടത്തേണ്ടത്. അതിനനുസരിച്ചുള്ള ഒരു പ്രോജക്റ്റ്, ഒരു ഹോസ്പിറ്റൽ പണിയണമെങ്കിൽ ഹോസ്പിറ്റൽ പണിയാനുള്ള ഒരു പ്രോജക്റ്റ് നമുക്ക് ആ പ്രാദേശിക സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് അതത് പ്ലാൻ ബഡ്ജറ്റിൽ ആ തുക വകയിരുത്തിയതിന് ശേഷം ആ പദ്ധതി പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏതൊരു പദ്ധതി നിർവഹണത്തിനും ആ പ്രദേശത്തെയോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെയോ വികസനത്തിന് തീർച്ചയായിട്ടും ഡേറ്റ അത്യന്താപേക്ഷിതമാണ്. താങ്കൾ പറഞ്ഞതിൽ ഡേറ്റ ഫോർ പ്ലാനിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്ലാനിങ്ങിന് ആവശ്യമായ ഡേറ്റകൾ ശേഖരിക്കുവാനും അവ വിശകലനം ചെയ്യുവാനും അത് പദ്ധതി നിർവഹണ
ഉദ്യോഗസ്ഥരിലോ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റിയിലോ എത്തിക്കുവാനും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ഏജൻസികളെക്കുറിച്ചൊന്ന് വിശദമാകാം. നമുക്ക് മുൻകാലങ്ങളിൽ നമുക്കൊരു സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. 2015 ജനുവരി 1 അതായത് മോഡി സർക്കാർ ഒന്നാം സർക്കാർ വന്ന സമയത്ത് 2015 ഈ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കുകയും പുതിയൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്ന പുതിയൊരു സംവിധാനത്തിലേക്ക് വരികയും ഉണ്ടായി. അപ്പം നീതി ആയോഗാണ് ഈ രാജ്യത്തെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത്. മിനിസ്ട്രി ഓഫ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അത് പ്രൈം മിനിസ്റ്റർ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അതിനൊരു സഹമന്ത്രിയുണ്ട്. ആ സഹമന്ത്രി തന്നെയാണ് റാവു ഇന്ദ്രജിത് സിംഗ് എന്ന് പറയുന്ന മന്ത്രിയാണ് ഇപ്പം മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. അത് സ്റ്റാറ്റിസ്റ്റിക്സ് മിനിസ്ട്രി സെപ്പറേറ്റ് ആണ്. അപ്പം പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് പ്ലാനിങ്ങിന്റെ കീഴിൽ ഉള്ള നീതി ആയോഗാണ് രാജ്യത്തെമ്പാടും. ഇപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നടപ്പിലാക്കുന്നതിനും നിശ്ചയിക്കപ്പെട്ട നോഡൽ ഏജൻസി എന്ന് പറയുന്ന നീതി ആയോഗാണ്. നേരെ മറിച്ച് സംസ്ഥാനത്തേക്ക് വരുമ്പം പ്ലാനിംഗ് കമ്മീഷന് തുല്യമായിട്ട് സംസ്ഥാനങ്ങളിൽ പ്ലാനിംഗ് ബോർഡുകൾ ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതികളും വാർഷിക പദ്ധതികളുമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിപ്പം കേരള സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ വാർഷിക പദ്ധതിയും പഞ്ചവത്സര പദ്ധതിയുമായിട്ട് തുടരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ് ഇവിടെ പ്ലാനിംഗ് സംബന്ധമായിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത്. നാഷണൽ ലെവലിൽ നീതി ആയോഗാണ്. അപ്പോൾ ഈ പ്ലാനിംഗ് ബോർഡാണ് ഇവിടുത്തെ ഏജൻസി. ഈ പ്ലാൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്ന പ്ലാൻ ഫോർമുലേഷനിൽ പ്ലാനിംഗ് ബോർഡിനാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന പ്രപ്പോസലുകൾ വെറ്റ് ചെയ്തിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്ലാൻ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്നത് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ്. പക്ഷേ അപ്പെക്സ് ലെവലിൽ സെക്രട്ടേറിയറ്റ് ലെവൽ പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന് കീഴിലാണ് പ്ലാനിംഗ് ബോർഡും അതോടൊപ്പം തന്നെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ്, ലാൻഡ് യൂസ് ബോർഡ്, അങ്ങനെ നിരവധി ഫീൽഡ് ഡിപ്പാർട്ട്മെന്റുകളും അതിനോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം ഏജൻസികളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഡേറ്റയുടെയും പ്രാധാന്യം പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രത്യേക മിനിസ്ട്രി തന്നെ, അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, മോസ്പി എന്നറിയപ്പെടുന്നൊരു വകുപ്പ് തന്നെ തുടങ്ങിയത്. അപ്പോൾ ദേശീയ തലത്തിൽ രാജ്യത്തിന് ആവശ്യമായ ഡേറ്റകൾ ശേഖരിക്കുവാൻ എല്ലാം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഏജൻസികൾ ഈ മിനിസ്ട്രിയുടെ കീഴിലാണ്, അല്ലേ? അതെ. അപ്പോൾ ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റയാണ് അവർ ശേഖരിക്കുന്നത്? അത് ഏതൊക്കെ തരത്തിലാണ് പദ്ധതി നിർവഹണത്തിന് സഹായിക്കുന്നത് എന്നൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ? 15/10/1999 മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നത്. ആ ഒരു മിനിസ്ട്രി ഉണ്ടാക്കുന്നത്. മിനിസ്ട്രിയുടെ കീഴിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിങ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ വിങ് ഉണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വിങ്ങിനെ പൊതുവെ അറിയപ്പെടുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്നാണ് അറിയുന്നത്. ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന് കീഴിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും പിന്നെ കമ്പ്യൂട്ടർ സെന്റർ, പിന്നെ NSSO ഇതും രൂപീകരിച്ചത് പ്രൊഫസർ PC മഹൽനോബിസ് ആണ്. NSSO നാഷണൽ സാമ്പിൾ സർവേ നടത്തുന്നത് ഈ ഒരു ഓർഗനൈസേഷനാണ്. അപ്പം ഇങ്ങനെ ആണ് വിഭജിച്ചിരിക്കുന്നത്. അതുപോലെ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ വിങ് തന്നെ 20 പോയിന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനുള്ളൊരു സെപ്പറേറ്റ് ഡിവിഷനുണ്ട്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിംഗ് ആൻഡ് പ്രോജക്ട് മോണിറ്ററിങ്ങിനുണ്ട്. അതുപോലെ തന്നെ MP-ലാഡ്സിന് ഉള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ മിനിസ്ട്രിയെ 2 വിഭാഗമായിട്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗവും അതുപോലെ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ വിഭാഗവുമായിട്ട് തിരിച്ചിട്ടാണ് അത് ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. നേരിട്ട് മോസ്പി നടത്തുന്ന വിവരശേഖരണ പദ്ധതികൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. പ്രധാനമായിട്ടും പ്രൈമറി സെക്ടറിൽ കാർഷിക സ്ഥിതിവിവര കണക്കുകൾ അത്യന്താപേക്ഷിതമാണ്. അപ്പം കാർഷിക സ്ഥിതിവിവര കണക്കുകൾ നമ്മളിവിടെ ഒരു സെൻട്രൽ സെക്ടർ സ്കീമായിട്ട് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആൻ ഏജൻസി ഫോർ റിപ്പോർട്ടിംഗ് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ സെക്ടർ സ്കീം വഴിയാണ്. അതിൽ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റും നമ്മൾ ഈ ഒരു സ്കീമിൽ വിവരശേഖരണം നടത്തുന്നുണ്ട്. ഇതിനകത്തൂടെ നമ്മൾ ഡേറ്റ, കാർഷിക മേഖലയിലുള്ള സ്ഥിതിവിവര കണക്കുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട വിളകളുടെയും അതുപോലെ കുറച്ച് മൈനർ ക്രോപ്സിൻ്റെയൊക്കെ ഉണ്ട്, അതിൻ്റെ ഏരിയ, പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയറിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുപോലെ തന്നെ കാർഷിക സെൻസസ് എന്ന് പറയുന്ന